ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ മഞ്ഞളാംകുഴി അലി MLA മന്ത്രിസഭയിൽ ഉണ്ടാകും. മങ്കടയിൽ മത്സരിച്ച മഞ്ഞളാംകുഴി അലി വിജയിച്ചാൽ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം നൽകുമെന്നാണ് സൂചന. മുസ്ലിം ലീഗിന് ലഭിക്കുന്ന 5 മന്ത്രിസ്ഥാനങ്ങളിൽ കഴിവും പ്രാപ്തിയും ഉള്ളവരെ തെരഞ്ഞെടുക്കുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ പിന്നെ മഞ്ഞളാംകുഴി അലിയെ ആയിരിക്കും പരിഗണിക്കുക. മണ്ഡലത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ഈ മണ്ഡലത്തിന്റെ കൂടുതൽ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുമാണ് മഞ്ഞളാംകുഴി അലി MLA തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ വിശ്വാസവും മങ്കടയിലെ അവിസ്മരണീയമായ വിജയവും മഞ്ഞളാംകുഴി അലിയെ മന്ത്രിപദത്തിലേക്ക് എത്തിക്കുമെന്നാണ് വിലയിരുത്തൽ. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും കഴിവും പ്രാപ്തിയുമുള്ള MLA-മാരെ തന്നെ തിരഞ്ഞെടുക്കും. PK കുഞ്ഞാലിക്കുട്ടി, മഞ്ഞളാംകുഴി അലി, PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവരെയാണ് ലീഗ് മന്ത്രിമാരായി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നഗരവികസന കാര്യ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു മഞ്ഞളാംകുഴി അലി. ഇത്തവണ ശ്രദ്ധേയമായ ക്യാബിനറ്റ് പദവിയിൽ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിയമസഭയിലേക്ക് 7 തവണ മഞ്ഞളാംകുഴി അലി മത്സരിച്ചു. 1996-ൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച മുസ്ലിം ലീഗിലെ KPA മജീദിനോട് പരാജയപ്പെട്ടു. 2006-ൽ MK മുനീറിനെയും പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി. CPM-യുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് മുസ്ലിം ലീഗിൽ ചേർന്ന മഞ്ഞളാംകുഴി അലി 2011-ലും 2016-ലും പെരിന്തൽമണ്ണയിൽ നിന്നും വിജയിച്ച് തുടർച്ചയായി നിയമസഭയിലെത്തി. 2021-ൽ മങ്കടയിലേക്ക് തിരിച്ചെത്തി വിജയം ആവർത്തിച്ചു. ഈ തിരഞ്ഞെടുപ്പിൽ മഞ്ഞളാംകുഴി അലി വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6ാമതും നിയമസഭയിൽ എത്തുന്നുവെന്ന പ്രത്യേകതയും ഈ വിജയത്തിനുണ്ടാകും. മഞ്ഞളാംകുഴി അലിയെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉചിതമായ തീരുമാനമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.